കഴിഞ്ഞ 19 ദിവസമായി ഞങ്ങൾ ഈ ഡ്രമ്മിലാണ് ഞങ്ങളുടെ ഭക്ഷ്യാവശങ്ങളെല്ലാം ഇടുന്നത്. ഇപ്പോൾ അത്യാവശ്യം പുഴുക്കളൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മത്സ്യം, ഈ മീനിനൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. വളരെ ഫാസ്റ്റായിട്ടാണ് ഇവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ടൈം ലാപ്സ് ആണെങ്കിലും വളരെ വേഗത്തിൽ തന്നെയാണ് ഇവർ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ കോഴിയോ പെരിച്ചാഴിയോ എലിയോ എന്തെങ്കിലും ചത്തു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് റോട്ടിലേക്ക് വലിച്ചെറിയാതെ ഇങ്ങനെയുള്ള ഡ്രമ്മിലിട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലും മുള്ളൊക്കെ ആക്കി തരും. ഇതിപ്പോൾ 40 മിനിറ്റ് കൊണ്ടാണ് ഈ മത്സ്യത്തെ അവർ മുള്ളാക്കി മാറ്റിയത്. അത്രയ്ക്കും ഫാസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നിടുന്ന വേസ്റ്റ് നമുക്ക് നാളെ തന്നെ കമ്പോസ്റ്റാക്കി മാറ്റാം. പിന്നെ ഇതിൻ്റെ കമ്പോസ്റ്റ്, ഇതിൻ്റെ ഈ അവശിഷ്ടങ്ങളുണ്ടല്ലോ, ഈ അവശിഷ്ടങ്ങൾ നമ്മളെടുത്ത് നമ്മുടെ ഫലവൃക്ഷങ്ങൾക്കൊക്കെ കൊടുക്കാം. അതുപോലെ ഗ്രോ ബാഗിലെ കൃഷിക്ക് ഉപയോഗിക്കാം. ഒക്കെ നല്ലൊരു വളമാണ് ഇതിന്. നമ്മളുള്ള ചെടികൾക്കും ഇതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കടച്ചക്ക പറിച്ച് ഉപ്പേരി വെക്കാം. ഇപ്പം ഞങ്ങൾ പടവലം പൊട്ടിച്ച് കറി വെച്ചു. അതുപോലെ ഇപ്പോൾ കടച്ചക്ക പൊട്ടിച്ച് ഉപ്പേരി വെച്ചു. ഈ കോഴിമുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് ഇങ്ങനെ കഴിക്കണം. കുറച്ച് ചോറും കൂടെ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കെങ്കേപമാക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ നമുക്കിതുപോലെ പറിച്ച് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അത് നമ്മുടെ ഭക്ഷ്യാവശങ്ങളിൽ നിന്ന് കിട്ടുന്ന ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഈ പുഴുക്കളെ കൊടുത്ത് നമുക്കിതേപോലുള്ള നല്ല നല്ല പച്ചക്കറികളും കോഴിമുട്ടയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഡ്രമ്മുകൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത്രയും സേഫാണ്. കാരണം ഒരു ദുർഗന്ധവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ദുർഗന്ധമില്ലാത്തതിന് കാരണം ഇത് തുറന്നു വെക്കണം എന്നുള്ള. തുറന്നു വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ദുർഗന്ധവും ഉണ്ടാവില്ല. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈർപ്പം നിറഞ്ഞ് വെള്ളത്തിൻ്റെ അംശം വരും, വെള്ളം നിറയും, ദുർഗന്ധം വന്ന് ആ വഴിക്ക് മനുഷ്യനെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല മാർഗം തുറന്നു വെക്കുക എന്നുള്ളതാണ്. തുറന്നു വെച്ച് കഴിഞ്ഞാൽ പുഴുക്കൾ പുറത്തേക്ക് പോവുകയില്ല. എല്ലാ പുഴുക്കളും ഇതിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. സ്മെല്ല്, ദുർഗന്ധം എന്ന് പറയുന്നത് പുറത്തേക്ക് വരില്ല. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. മൂടി തുറന്നു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും മഴവെള്ളം അകത്തേക്ക് കയറരുത്. മഴ കൊള്ളാത്തെടുത്ത് സുരക്ഷിതമായിട്ട് വെക്കണം. അതുപോലെ നെറ്റ് വെക്കുക. ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് നെറ്റ് വെച്ചില്ലെങ്കിൽ കാക്കകൾ വന്ന് കൊത്തിപ്പറക്കി ആകെ നാശാക്കും. അപ്പോൾ ഇതൊക്കെയാണ് തുറന്നു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷ്യാവശിഷ്ടങ്ങൾ പുഴുക്കൾക്ക് കൊടുക്കുന്നു. പുഴുക്കളെ നമ്മൾ മത്സ്യങ്ങൾക്ക്, കോഴികൾക്ക് കൊടുക്കുന്നു. ഈ മത്സ്യവിസർജ്യം അടങ്ങിയ വെള്ളം ഉപയോഗിച്ച് നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഉണ്ടാക്കുന്നു. കോഴിമുട്ട ലഭിക്കുന്നു. ഇതെല്ലാം ഭക്ഷിച്ച് അവശിഷ്ടങ്ങൾ നമ്മൾ വീണ്ടും പുഴുക്കൾക്ക് കൊടുക്കുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പരിസരം വൃത്തിയാവുന്നു. നമുക്ക് പുറത്തേക്ക് വലിച്ചെറിയാൻ തോന്നില്ല. പിന്നെ ഇതിൽ തന്നെ ഇടാൻ തോന്നും. ഒരു സാധനവും നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പട്ടികളും മറ്റ് എലികളുടെയും മറ്റുള്ള ശല്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഇങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും.